ഫ്രണ്ട്സ്, E20 ജനതാ പാർട്ടിയും വന്നിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ശേഷം രാജ്യം ചർച്ച ചെയ്യുവാൻ പോകുന്ന അടുത്ത മുന്നേറ്റമായി E20 ജനതാ പാർട്ടിയും മാറുമോ? എന്താണ് E20 ജനതാ പാർട്ടി? എന്താണ് അവർ ഉയർത്തുന്ന മുദ്രാവാക്യം? നോക്കാം വിശദമായി. ആദ്യം E20 വിഷയം എന്താണെന്ന് നോക്കാം. E20 എന്നത് 80% പെട്രോളും 20% എഥനോളും ചേർന്ന ഇന്ധന മിശ്രിതമാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലുള്ള രാജ്യത്തിന്റെ ആശ്രിതത്വം കുറയ്ക്കുക, പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുക, കരിമ്പുൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് E20 ഇന്ധനത്തിന്റെ ഉപയോഗം വ്യാപിപ്പിക്കുന്നത്. E20 ഇന്ധനത്തിന്റെ വ്യാപക ഉപയോഗം ആരംഭിച്ചതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചില വാഹന ഉടമകൾ ആശങ്കകളും പരാതികളും ഉന്നയിച്ചു. അതിൽ പ്രധാനമായും E20 ഉപയോഗിക്കുന്നതോടെ വാഹനത്തിന്റെ മൈലേജ് കുറയുന്നുവെന്ന പരാതി, പഴയ മോഡൽ വാഹനങ്ങളിലെ റബ്ബർ ഘടകങ്ങൾ, കാർബുറേറ്റർ, ഫ്യുവൽ ലൈൻ തുടങ്ങിയ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ആശങ്ക, 100% ശുദ്ധ പെട്രോൾ ലഭ്യമല്ലാത്തത് ഉപയോക്താക്കളുടെ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നുവെന്ന വിമർശനം, E20യുടെ വിലയിൽ കാര്യമായ കുറവില്ലെങ്കിലും മൈലേജ് കുറഞ്ഞതിനാൽ ഇന്ധന ചെലവ് വർദ്ധിക്കുന്നുവെന്ന ആരോപണം. E20 പെട്രോൾ പൂർണ്ണമായും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഇന്ധനമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നിലവിൽ രാജ്യത്ത് വിതരണം ചെയ്യുന്ന 20% എഥനോൾ കലർത്തിയ E20 പെട്രോളിൽ നിന്ന് എഥനോൾ കലർത്താത്ത പഴയ പെട്രോളിലേക്ക് മടങ്ങാൻ പദ്ധതിയില്ലെന്ന പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പെട്രോളിലെ എഥനോൾ മിശ്രിതം 20%-ൽ നിന്ന് കൂടുതൽ ഉയർത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. E20 പുതിയ വിഷയമല്ല, പക്ഷേ അത് നിർബന്ധമായും എല്ലാവർക്കും ബാധകമായ ഘട്ടത്തിലെത്തിയതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. ഈ വിഷയങ്ങളിൽ നിന്നാണ് E20 ജനതാ പാർട്ടി ഊരിത്തിരിയുന്നത്. എഥനോൾ കലർത്തിയ പെട്രോൾ രാജ്യത്ത് അനിവാര്യമാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് E20 ജനതാ പാർട്ടി ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള ഓരോ പൗരന്റെയും അവകാശത്തിനെയാണ് E20 ജനതാ പാർട്ടി പോരാടുന്നത്. സ്വന്തം വാഹനത്തിന്റെ ഇന്ധന ടാങ്കുകളിൽ എന്താണ് പോകേണ്ടതെന്ന് ഉപഭോക്താക്കൾ തീരുമാനിക്കട്ടെ. ഇതാണ് എക്സിലെ ബയോയായി E20 ജനതാ പാർട്ടി കുറിച്ചിട്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും E20 ജനതാ പാർട്ടിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് E20 ജനതാ പാർട്ടിക്ക് ഇന്നുള്ളത്. ഓരോ നിമിഷവും ഈ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നതാണ് ശ്രദ്ധേയം. മലയാളം ഉള്ളടക്കത്തിലുള്ള പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാമിൽ കാണാനാവും. E20 വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തമാകുന്നതിനനുസരിച്ച് ഈ ഓൺലൈൻ മുന്നേറ്റത്തിന് ലഭിക്കുന്ന ജനപിന്തുണയും അതിവേഗത്തിൽ ഉയരുകയാണെന്ന് സോഷ്യൽ മീഡിയയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടയിൽ നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ എഥനോൾ കമ്പനിയും ചർച്ചയാവുന്നു. ഗഡ്കരിയുടെ മകൻ നേതൃത്വം നൽകുന്ന സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസും മറ്റൊരു മകൻ സാരംഗ് ഗഡ്കരിയുമായി ബന്ധപ്പെട്ട മനസ് അഗ്രോ ഇൻഡസ്ട്രീസും എഥനോൾ ഉൽപാദന രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. E20 നയം ഈ കമ്പനികൾക്ക് ഗുണം ചെയ്യുന്നതാണെന്നാണ് വിമർശകരുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ നിതിൻ ഗഡ്കരി തള്ളിക്കളയുകയാണ്. E20 നയം രാജ്യത്തിന്റെ ഊർജ സുരക്ഷയും ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ടുള്ള ദേശീയ നയമാണെന്നും ഗഡ്കരി ആവർത്തിക്കുന്നു. ഇതിനിടയിൽ E20 മിശ്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇനി ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങുമോ? അതോ ദേശീയ തലത്തിൽ വലിയ ജനകീയ പ്രതിഷേധമായി മാറുന്ന വിഷയമാണോ ഇത്? E20 ജനതാ പാർട്ടിയുടെ പ്രചരണം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. E20 ഇന്ധന ഭാവിയിലേക്കുള്ള ചുവടുവെപ്പാണോ, അതോ ഉപഭോക്താക്കളുടെ ആശങ്കകൾക്ക് മതിയായ പരിഹാരം കാണാതെ നടപ്പിലാക്കിയ നയമാണോ? രാജ്യത്തെ അടുത്ത മുന്നേറ്റമായി E20 ജനതാ പാർട്ടി മാറുമോ?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ വാർത്തകൾക്കും വിശദീകരണങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.